രാത്രി ഒരു കുഴപ്പമില്ലാത്ത ആള് രാവിലെ നീച്ച് വന്നപ്പോൾ ഇക്കോലത്തിലാണ് കേട്ടോ. സംഭവം വേറെ ഒന്നുമല്ല, ആള് രാത്രി ഫുട്ബോൾ കളിക്കാൻ പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തെ കോലം ഇതാണ്. പക്ഷെ രാത്രി ആയതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ നല്ല ഉറക്കമായിരുന്നു. രാവിലെ നീച്ച് വരുമ്പോഴാണ് ഞങ്ങളിത് കാണുന്നത് കേട്ടോ. രാത്രി തന്നെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ച് ബാൻഡേജ് ഒക്കെ ചുറ്റി വന്ന് കിടന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ രാവിലെ അല്ലേ കാണുന്നത്. പാവല്ലേ, കാലിന് വയ്യാത്തല്ലേ. അപ്പോൾ എൻ്റെ ബെഡും ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി ഒതുക്കി വെച്ച് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഒന്നിനെ നീറ്റ് വരുമ്പോൾ നീറ്റായിട്ട് ഇതൊക്കെ ചെയ്യും കേട്ടോ. ആളിതാ കൊക്കിയിട്ടാണ് ഇപ്പോഴത്തെ നടത്തം. പിന്നെ ഞാനാണെങ്കിൽ ഇന്ന് മാളിക്കുന്ന് തിരിച്ച് കോട്ടപ്പാടത്തേക്ക് പോണ ദിവസമാണ്. അപ്പോൾ എന്തായാലും രാവിലെ ഒക്കെ ഒന്ന് ഒതുക്കി പെറുക്കി കൊടുത്തിട്ട് പോകാൻ വിചാരിച്ചു. ഇത് മോനുവിന്റെ കൂടെ വർക്ക് ചെയ്യണ അവന്റെ ഫ്രണ്ടാണ് കേട്ടോ, വിദ്യ. അപ്പോൾ കല്യാണമാണ്. കല്യാണം ക്ഷണിക്കാൻ വേണ്ടി രാവിലെ തന്നെ വന്നതാണ്. രാവിലെ വന്നാലല്ലേ എല്ലാവരും കാണാൻ പറ്റും. മോനുവിന്റെ ഓഫീസിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞാനും എൻ്റെ ഒപ്പം ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് എല്ലാവരും നല്ല പരിചയമാണ്. ഓളോളെ ബ്രദറും ഉണ്ട് കല്യാണം വിളിക്കാൻ വന്നീന്. ഓല ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ കോട്ടപ്പാടത്തേക്ക് തിരിച്ചു പോകുന്നുണ്ടോ. കോട്ടപ്പാടത്തേക്ക് അത്ര രാവിലെ വരാൻ കാരണം എന്താണെന്ന് അറിയാം, മോളും കുട്ടി ഇവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. ഓള് ഇവിടെ എത്തിയെന്ന് പറഞ്ഞാൽ എനിക്ക് മാളിക്കുന്നിൽ നിന്നാ നിപ്പ് വരില്ല കേട്ടോ. ഞാൻ വന്ന ടൈമിൽ ഇവമോള് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇവമോള് പെട്ടെന്ന് അങ്ങോട്ട് സെറ്റായി കിട്ടൂല കേട്ടോ. സെറ്റാകാൻ കുറച്ച് പണിയുണ്ട്. അപ്പം എൻ്റെ കയ്യിലൊരു ടോയ് ഉണ്ടായിരുന്നു, അതൊക്കെ കൊടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കളിപ്പിച്ചപ്പോൾ ആള് സെറ്റായി. ഈ ടോയ് ഞാൻ വേറെ ആൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങി വെച്ചതാണ് കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. വലിയ റേറ്റും കാര്യങ്ങളൊന്നുമില്ല, അടിപൊളിയാണ്. കുട്ടികളെ പറ്റിക്കാൻ പറ്റിയ റേറ്റ്. കുറച്ച് നേരം കളിച്ചും ചിരിച്ചും നിന്ന് പിന്നെ നേരെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി നിന്നു. ബിരിയാണിയാണ് കേട്ടോ വെക്കണത്. ഞാൻ ഈ രീതിയിൽ നിന്നിട്ടാണോ ബീഫ് കട്ട് ചെയ്യുക. എന്നെ പോലെ ആരെങ്കിലും ഇങ്ങനെ കട്ട് ചെയ്യണ പോലെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുണ്ടോ, അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ മാത്രമുള്ളത് വേറെ ആരെങ്കിലും ഇങ്ങനെ ചെയ്യലുണ്ടോ എന്ന്. ആദ്യം മസാലയൊക്കെ സെറ്റാക്കി വെച്ചിട്ട് പിന്നെ അടുപ്പിൽ തന്നെ ചോറ് വെച്ചിട്ട് പിന്നെ ദമ്മിടുക കേട്ടോ. ഞാൻ ഫുൾ റെസിപ്പി ഒന്നും എടുത്തിട്ടില്ല. അപ്പം ഞാൻ മസാല സെറ്റായി വന്നിക്കണു. അപ്പോഴത്തേക്കും ബീഫ് കുക്കറിൽ നല്ല രീതിക്ക് വിസിലടിച്ച് അവിടെ മാറ്റി വെച്ചേക്കണം കേട്ടോ. ഇവമോളുള്ള ടൈമിൽ നാരങ്ങ കയ്യിലുണ്ടെങ്കിൽ ഇത് പതിവാണ് കേട്ടോ. ഇയാൾ ഒരു എക്സ്പ്രഷനും ഇല്ലാതെ ഒരു നാരങ്ങ ഫുള്ള് വേണമെങ്കിലും തിന്നും. ഞാനതിങ്ങനെ കൊടുത്തോക്കട്ടോ. ഒരു എക്സ്പ്രഷനും ഇല്ലാതെ തിന്നണ കാണാൻ രസമല്ലേ. അവൾക്ക് ഇഷ്ടമാണ് തിന്നാൻ. പിന്നെ എന്താ, നമ്മളെ മസാല ഏകദേശം റെഡിയായി ദമ്മിട്ട് കഴിഞ്ഞിരിക്കണം കേട്ടോ. ഫുഡിന്റെ പണി കഴിഞ്ഞ് ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി. സാജി ഇന്ന് ഇവിടെ അല്ല കേട്ടോ, സാനിയാണ് എനിക്ക് അടിച്ചു വരെ തന്നത്. പിന്നെ ഞാൻ ജസ്റ്റ് എല്ലാവരും ഒന്ന് തുടച്ചു വിട്ടു. പിന്നെ ഞങ്ങൾ എല്ലാവരും ഫ്രഷായി ഫുഡും കഴിച്ച് നേരെ കോട്ടപ്പാടത്ത് കൊട്ടു. അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. പിന്നെ എന്താ, കോട്ടപ്പാടത്തേക്ക് പോകാനായപ്പോഴത്തേക്കും സാജി എത്തിയെന്ന്. ഓള് വേറെ സ്ഥലം വരെ പോയതായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ കാലമായിട്ട് ഇങ്ങനെയൊന്ന് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് മോളെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുട്ടി ചെറുതല്ലേ, അപ്പോൾ വണ്ടിയിൽ എവിടേക്കെങ്കിലും പോകുന്ന നടന്ന് പാടത്തുകൂടിയും പറമ്പുകൂടിയും പോണത് വേറെ വൈബല്ലേ. ഇത് ക്യാബേജാന്ന് തോന്നുട്ടോ, ഫുള്ള് ഉണ്ടായി നിൽക്കണ്ടേ. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. പിന്നെ ഇതാ ഞങ്ങൾ പാടവും പറമ്പും തോടൊക്കെ താണ്ടി ഞങ്ങൾ മെയിൻ റോഡ് എത്തി. പണ്ട് ഞങ്ങൾ ഇങ്ങനെ എങ്ങോട്ടേലും പോകുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അനുമോ മാത്രമേ ഇടകുട്ടി ഉണ്ടായിരുന്നു. ഇപ്പോൾ കുട്ടികളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നേരെ ഞങ്ങൾ ഫാൻസിയിലുണ്ടോ കയറിയത്. കയറുന്നത് വെറുതെ ആണെങ്കിലും കയറി കഴിഞ്ഞാൽ പല ആവശ്യങ്ങളും നമുക്ക് ഉണ്ടാവും. ഓരോന്ന് കാണുമ്പോൾ ഓരോന്ന് വാങ്ങണ്ടേ. ഇപ്പം നമ്മളെ കയ്യിലുള്ള പൈസ ഈ ഒരു സംഭവം ചെന്ന ടൈമിൽ ബൊമ്മട്ടിയാണ് കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനത് വാങ്ങിക്കൊടുത്തിട്ടു. ഫാൻസിൽ നിന്ന് ഫുള്ള് കുട്ടീൻ്റെ ഒപ്പം തന്നെ എന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഋഷാൻ്റെ അടുത്ത് പോയി. അവന് നല്ല കച്ചവടം നടക്കുന്ന ടൈമായിരുന്നു. നല്ല ഞണ്ടും ചെമ്മീനൊക്കെ ഉണ്ടായിട്ടോ. ചെമ്മീനും ഞണ്ടും കണ്ട എന്താ അറിയില്ല, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ എന്തെങ്കിലും കൈക്കേ കുടിക്കുക വേണ്ടേ, അതിന് പോയിരുന്നു. കുറേ കാലത്തിന് ശേഷമാണ് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിട്ട് ഇങ്ങനെ ഒരു പുറത്തു പോക്ക്. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ നമുക്കത് വലിയ ഹാപ്പിനെസ് ആണ്. ഓല് 2 ദിവസം നിൽക്കാമെന്നും പറഞ്ഞാൽ അങ്ങനെ വന്നതാണ് കേട്ടോ. ഓല് പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തിൻ്റെ ഒക്കെ മുന്നേ എപ്പോഴും വന്ന് നിന്ന് ഞങ്ങൾ എപ്പോഴും പുറത്തൊക്കെ പോയിരുന്നു. എല്ലാവരും അവിൽ മിൽക്കും ഷേക്കും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തപ്പോൾ പാവം ഞാൻ മാത്രം കോഫിയാണ് ഓർഡർ ചെയ്തത്. പിന്നെ ബർഗർ സാൻഡ്വിച്ച് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. എന്തായാലും കൈക്കലൊക്കെ കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിക്കണേ ഒന്നും. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ.